അങ്ങാടിന്ന്. ആ സത്യേട്ടാ, എന്താണ് സുഖമായിരുന്നു? സുഖമായിരുന്നു. ഇന്ന് മെഡിക്കൽ സ്റ്റോർ തുറന്നില്ലേ? തുറക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോഴാണ് നമ്മുടെ അപ്പുവിൻ്റെ വല്യച്ഛനില്ലേ, വല്യച്ഛന് സീരിയസ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സിറിഞ്ച് കൊണ്ടു കൊടുത്തു വരിക. മൂപ്പർക്ക് സുഖമല്ലേ? ആ സീരിയസ് ആണെന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിലൊന്ന് പോകണ്ടതാണല്ലോ അങ്ങോട്ട്. പപ്പു പിള്ളേ, ഞങ്ങളെങ്ങനെ പിടിച്ചിരുത്തിട്ട് എന്താ പറയാത്ത അങ്ങ് മൊയിഞ്ഞോട്. നിങ്ങളോട് പിടിച്ചിരുത്തി നിങ്ങൾ വ്യക്തമായിട്ട് സ്ഫുടതയോടുകൂടി നിങ്ങളോട് സംസാരിക്കണം. അതിനോട് നിങ്ങൾ പിടിച്ചിരുത്തിയേ, വേറെ ഒന്നുമില്ല. എന്താ നിങ്ങൾ മൂന്നാളെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. അതിപ്പോൾ സീമേശി ആണെങ്കിലും സൈനത്താണെങ്കിലും രമ്യാണെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും പുറത്തെത്തൂല എന്ന് എനിക്ക് നല്ലോണം അറിയാം. അതായത് ഇങ്ങനെ എല്ലാവരോടും പറയുന്ന പരിപാടി നിങ്ങൾക്ക് കാര്യമായിട്ടില്ല. അതല്ല അതല്ലേ ഞങ്ങൾ പ്രഭിജയിച്ചിന്റെ കൂട്ടാഞ്ഞേ. ആണോ? എന്താ പറയാ, അറിയാണ്ടങ്ങ് പറഞ്ഞു. അറിയാണ്ടല്ലോ കേട്ടോ, ഓൾ അറിഞ്ഞോണ്ട് പറയുന്നതാ. പിന്നെ അറിഞ്ഞത് മാത്രല്ല, കുറച്ച് കൂട്ടിയും പറയും. നിങ്ങളെ പോലെ തന്നെ. അല്ല, എനിക്കറിയാം. അപ്പൊ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ മനസ്സിലിട്ടാ മതി, വേറെ ആരോടും പറയണ്ട. പറയൂല, മനസ്സിൽ വെച്ച് കുട്ടിക്കാണ്. വേറെ ഒന്നുമല്ല, ഞാൻ ഇന്നലെ രാത്രി നമ്മളെ ബാലകൃഷ്ണേട്ടന്റെ വീട്ടിന്റെ ഇടവഴി കൂടെ ഇങ്ങനെ നടന്നു വരികയാണ്. നടന്നു വരുമ്പോ നിങ്ങൾ വിചാരിക്കും ചിലപ്പോ ഞാൻ വേറെ എന്തോ രാത്രി എന്തിനാ അങ്ങനെ നടക്കുന്നുള്ള വിചാരമൊക്കെ ഉണ്ടാവും. ഉറപ്പല്ലേ അത്? അതാണ് നിങ്ങൾക്ക് പറ്റുന്ന തെറ്റ്. ഇത് ഈ രാത്രി ഇങ്ങനെ സഞ്ചരിക്കുന്നത് കൊണ്ട് അതിന് ഒളിഞ്ഞു നോട്ടം എന്ന് പറയല്ല. അത് നമ്മൾ പരിസ്ഥിതി നിരീക്ഷിക്കാന്ന്. നമ്മളെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ട്, കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എനിക്കാച്ചാ കുടുംബവും കുട്ടികളോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, നിങ്ങളോട് വന്ന് പറയുന്നുണ്ട്. ഞാൻ പറയുന്നതൊന്നും വിചാരിക്കരുത്. എനിക്ക് കുടുംബവും കുട്ടികളൊന്നും ഇല്ലാത്തതാണ് ഇങ്ങനെ ഒരു അടക്കി പറിച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ രാത്രി ഇങ്ങനെ പരിസ്ഥിതി സംരക്ഷണം എന്ന് പറഞ്ഞ വർത്താനുണ്ട് കേട്ടോ. അല്ല, കുടുംബശ്രീന്റെ അങ്ങനെ ഒരു വർത്താനുണ്ട് എന്നെ പറ്റി. അതൊക്കെ നിങ്ങളെ നല്ലതിനും കൂടിയല്ലേ ഞാനിന്ന് നടക്കുന്നത്. ഒരു കള്ളന്മാരോ അല്ലെങ്കിൽ പിടിച്ചൊരിക്കാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ നടന്നാലേ ഇതൊക്കെ കാണും. നിങ്ങൾ അതിന്റെ മുകളിലേക്ക് പിടിച്ച് കയറണ്ട, ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്ക്. അങ്ങനെ ബാലകൃഷ്ണേട്ടന്റെ വീട്ടിന്റെ അടുത്തെത്തി ആ വളവെന്ന് ഇങ്ങോട്ട് തിരിഞ്ഞേറുണ്ട്. അവിടുന്ന് ഒരു കിളിനാദം. നാദം. എന്റെ വീട്ടുകാരൊന്നും ഇറങ്ങി വരില്ലല്ലോ. ഏയ്, ഒന്നാമത് മഴ, പിന്നെ 9 മണി, സീരിയലാണ്, തിരക്കില്ല. സ്ഥിരം പരിപാടി ആക്കണ്ട കേട്ടോ. പിന്നെ എന്നെ കാണാൻ തോന്നുമ്പോ ഞാൻ എന്താ ചെയ്യാ? ആരെങ്കിലും കണ്ടാലേ ഈ കാണൽ അവിടെ നിൽക്കും, പണിയാവും. എന്നാ ഈ പുറത്തേക്ക് വാ. പുറത്തു വേണ്ടി നാട്ടുകാരെ ഉണ്ടല്ലോ. നാട്ടുകാരെ കാണാൻ സ്ഥലത്ത് പോവാം, ബീച്ചിൽ പോവാം. നാളെ ക്രൗഡഡ് അല്ലേ? ക്രൗഡായാലെന്താ, നമ്മളിതിൽ അങ്ങനെ പോകും. ആൾക്കാർ കണ്ടാലോ? ആൾക്കാരിപ്പോൾ എന്താ, നമ്മളിങ്ങനെ നടന്നു പോകുന്നു, ഒരു ഷോപ്പിലൊക്കെ കയറുന്നു, ഒരു ഐസ്ക്രീം കഴിക്കുന്നു, ഒരു സിനിമക്കൊക്കെ പോകുന്നു. നാളെ പോവാ. നാളെ ക്ലാസ് ഉണ്ട്. ലീവാക്ക്. നാളെ ലീവാക്കാൻ പറ്റില്ല. നാളെ ലീവാക്കിയാലേ അച്ഛൻ അറിയും. അച്ഛനൊക്കെ ഇങ്ങനെ അറിയാം. അപ്പം കോളേജിൽ നിന്ന് വിളിച്ചറിയോ ടീച്ചറൊക്കെ? കോളേജല്ലേ, ഇപ്പൊ ടീച്ചേഴ്സൊക്കെ വിളിച്ച് വീട്ടിലൊക്കെ പറയുമോ? നീ നാളെ വാ എനിക്ക് പ്ലീസ്. അച്ഛൻ അറിഞ്ഞാലോ? ആഗ്രഹമായിട്ടല്ലേ, വാ നാളെ വാ. മറ്റന്നാൾ. മറ്റന്നാൾ ഉറപ്പാണോ? ഓക്കെ. അല്ലെങ്കിൽ ഓക്ക് ഇത്തിരി ഇളക്കം കൂടുതലാ. ഇത്തിരി ഒന്നല്ല, ഓളിടുന്ന ഡ്രസ്സ് ഉണ്ടിക്കോ, ഇത്തിരി പോകുന്ന ടോപ്പും വലിയൊരു പാന്റും, എന്നിട്ട് ഇറിങ്ങി പിടിച്ചിട്ട് ഒരു പോക്കുണ്ടിക്ക കോഴിക്കോട് അങ്ങാടിക്കൂടി. ചെക്കന്മാര് മുഴുവനും പുറകേണ്ടാവും. നിങ്ങളൊന്ന് നിർത്തുക. ഒരു പെണ്ണിനെ പറ്റി പറയുമ്പോഴത്തേക്ക് അതിന്റെ മുകളിൽ കയറി നിങ്ങൾ അങ്ങ് വിരകല്ല. ഇതിനെക്കാട്ട് നല്ല പ്രവിജയൻ കേട്ടോ. ഓൾ ഇത്ര വശമല്ല. അത് പോട്ടെ. പിന്നെ ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല. അതായത് ഞാനിത് കണ്ടല്ലോ, ഇത് കണ്ട സ്ഥിതിക്ക് നമ്മളെ നാട്ടിലൊരു പൗരൻ എന്ന നിലയ്ക്ക് അതിനുള്ള ആക്ഷൻ നമ്മൾ എന്തായാലും എടുക്കണം, ഇല്ലേ?
വേണ്ടേ? നിങ്ങളെ എന്തോ ഒരു മക്കാറ് ഇല്ല. അല്ല അത് ചെയ്യണം. അത് ചെയ്യാണ്ട് നമ്മൾ ഒരിക്കലും നിൽക്കരുത്. ഞാൻ എന്ത് ചെയ്ത് പിറ്റേന്ന് കാത്തു നിന്ന് ഓള് വരുന്ന സമയം നോക്കിയിട്ട് വഴിയിൽ കാത്തു നിന്ന് ഞാൻ ഇവിടെ നോക്കിയിട്ട് ഇപ്പം എന്താ കാര്യം? ഹലോ ഹലോ, ഒന്ന് നിൽക്ക്. എന്തേ? എന്താ നിങ്ങളെ ഉദ്ദേശം? എന്തുദ്ദേശം? എന്താ ഉദ്ദേശം എന്നോ? ആ, ഇവിടെ ചോദിക്കാനും പറയാനൊന്നും ആരില്ല എന്നാണ് എൻ്റെ വിചാരം. എന്ത് ചോദിക്കാനും പറയാനും? അല്ല, നമ്മളിതൊക്കെ കാണുന്നുണ്ട് ഇവിടുന്ന്. എന്താ കാണുന്നേ? എല്ലാ കളികളും കാണുന്നുണ്ട്. പപ്പയുടെ കാര്യം എന്താ വെച്ചാൽ തെളിച്ച് പറ. ഞാൻ കാണുന്നുണ്ട്. പുഴത്തീരത്തു നിന്നുള്ള ചുറ്റിക്കളിയും അതുപോലെ തന്നെ പല സംഭവങ്ങളും അവിടുന്ന് ഇവിടുന്നൊക്കെ ഞാൻ കാണുന്നുണ്ട്. എന്താ സംഭവം എന്ന് തെളിച്ച് പറയാൻ പറ്റുമോ? ഇന്നലെ രാത്രി എന്തേലും പരിപാടി? രാത്രി എന്ത് പരിപാടി? എന്താ പരിപാടി എന്നോ? ആ, ഇന്നലെ ഒരു ചങ്ങായും ഇഞ്ഞും കൂടിയും അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും അങ്ങനെ വർത്താനം പറയുന്നത് കണ്ടില്ലല്ലോ. വർത്താനം പറഞ്ഞാല്? വർത്താനം പറഞ്ഞാല് പറഞ്ഞാലെന്താ? തൂക്കിക്കൊല്ലോ. പിന്നെ അധികം സദാചാര പോലീസ് ഒന്നും എൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കണ്ട. ചേട്ടൻ്റെ കാര്യം നോക്കിയാൽ മതി. വെറുതെ എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട. ആ, ഞാൻ കാണിച്ചു തരടി. എന്നെ കാണിച്ചു തരട്ടോ. സദാചാര പോലീസോ? ഈ കോഴിക്കോട്ടങ്ങാടിയിൽ ഒരാളിനോട് മോൻ കർപ്പിച്ച് വർത്താണ്ടല്ല. എന്നാ ശരിയായി തരാം. കുറ്റം പറയല്ലോ. ഇമാതിരി അഹങ്കാരം പിടിച്ചൊരു പെണ്ണിനെ ഞാൻ ഈ അടുത്തൊന്നും ഏടെയും കണ്ടിട്ടില്ല. എമാതിരി വർത്താനം അറിയോ? ഡ്രസ്സിങ് ഇപ്പൊ ഇവള് പറഞ്ഞു വർത്താനം എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനോള് ഒരുമാതിരി ഒരു ഇംഗ്ലീഷും ഭയങ്കര അച്ചടി ഭാഷ. നമ്മളെ കോഴിക്കോട്ടങ്ങാടിയിൽ ആരെമാതിരി വർത്താനം പറയോ? ആരും പറയില്ല. ജാട. പക്ഷെ ബാലകൃഷ്ണേട്ടന്റെ മോളാന്ന് ആരെങ്കിലും പറയോ? അയാൾ നമ്മളെ പോലെ തന്നെ എന്താ വർത്താനം, എന്താ രസം. നല്ലൊരു മനുഷ്യന്. വായിൽ വിരലിട്ട കടിക്കും. അത്രയും നല്ലൊരു മനുഷ്യൻ. നിങ്ങളെ പറഞ്ഞ വായിൽ വെള്ളത്താ കടിക്കാത്ത മനുഷ്യനല്ലേ? അയാളെ ഞാൻ കണ്ട്. വെറുതെ വർത്താനം പറയട്ടെ എന്നോട്. എന്റെ ബാലകൃഷ്ണേട്ട, ഞാൻ ഇങ്ങോട്ട് കാര്യം പറയട്ടെ. ഞാൻ എന്റെ 2 കണ്ണുകൊണ്ട് കണ്ടത് അവരാ. എന്തെന്ന്? ഇവര് പല സ്ഥലത്തുനിന്ന് സംസാരിക്കുന്നൊക്കെ ഞാൻ കണ്ടല്ലേ. എടോ, ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാണ്. ഇപ്പൊ ന്യൂജൻ പുതിയ കുട്ടികളാണ്. ഒരു കോളേജ് പഠിക്കുന്ന കുട്ടികൾ നീ കോളേജ് പഠിപ്പിക്കോ? ഞാൻ പണ്ട് കോളേജ് പഠിക്കുമ്പോണ്ടല്ലോ ആ കൊച്ചു ശീലിയോട് ഒന്ന് മിണ്ടാൻ വേണ്ടിയിട്ട് എത്ര ദിവസം ഞാൻ ഓളെ മുന്നിൽ ഇങ്ങനെ പോയി നിൽക്കുന്നത്. പേടിച്ച് മുട്ടുംകാല് പറഞ്ഞ് ഒടുവിൽ അഞ്ച് ഓടെ വർത്താനം പറയുന്നതല്ല ഇട്ടി. കാലല്ലത്. അത് ശരി. ഇപ്പൊ ഇങ്ങനെ സംസാരിക്കാന്നാ? ഇപ്പൊ ആണുങ്ങൾ പെണ്ണുങ്ങൾക്ക് എങ്ങനെ സംസാരിക്കാന്നാ? കുട്ടികൾ അങ്ങനെ പുതിയ തലമുറയല്ലേ? പുതിയ തലമുറയായിട്ട് കാര്യമല്ല. ഇവരെ ഞാൻ രാത്രി ദുരൂഹ സാഹചര്യം കണ്ടിട്ടുണ്ട്. ഏടാ, പല സ്ഥലത്ത്. ഇങ്ങനെ പപ്പപ്പിള്ള ഇങ്ങനെ ചൊറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ചൊറഞ്ഞിട്ട് മാന്തിക്കോ നിങ്ങൾ? ഞാൻ കാര്യം പറയുന്നത്. ഞാമാണെ പോലെ വർത്താനം ഇങ്ങനെ നോക്കാണെങ്കില്ല ശരിക്കും മനസ്സിലായില്ല. എനിക്ക് ഈ ഇവിടുന്ന് എന്റെ മോളെ പറ്റിയിട്ട് അപരാധം പറയാ. ചേലക്കാണ് പോടായിരുന്നു. എന്തേനു ഒരു കത്തിട്ടോ? എന്തിനാ കത്തിന്നോ? മഴ പെയ്യുന്ന കണ്ടില്ലേ? ഒരു വാഴാനുള്ള വെട്ടാൻ വേണ്ടിട്ടാ. ചേലക്കാണ് പോടായിരുന്നു. കത്തി തരിക. മൂപ്പരങ്ങനെയൊക്കെ പറയോ? മൂപ്പരങ്ങനെ പറയുമെന്നോ? ഞാൻ അവിടുന്ന് കഴിച്ചിലായത് എങ്ങനെയൊക്കെ കിട്ടാണ്ട്, അടി കിട്ടാണ്ട്. അയാള് കൊച്ചുപ്രാമനെ പോലെ ആയിക്കോട്ടെ, അയാളന്മാര് മനുഷ്യനാന്നറിയോ? എന്നാലും മൂപ്പരെന്തൊരാളാ. ഒരു സ്വന്തം മോളെ പറ്റി ഇങ്ങനത്തെ ഒരു കാര്യം നമ്മൾ അറിയുന്ന കാര്യമല്ലേ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിട്ട് അയാൾക്ക് ഒരു റിയാക്ഷനും ഇല്ലാന്ന്. ഇനി ആടുന്ന് അടിച്ച് പുറത്താക്കാൻ നോക്കുക. ഞാനിതൊക്കെ കണ്ടതല്ലേ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പപ്പു ഇങ്ങോട്ട് ഒരു അർജന്റ് കാര്യം ഇങ്ങോട്ട് വാ. ഞാൻ അങ്ങോട്ട് വരാനാ? ആടോ, അയാൾ ഇങ്ങോട്ട് വന്നോളി. ഒലുങ്ങൾ വരാ. ഞാൻ വേറൊരു ബൈക്ക് പോകാൻ വേണ്ടിട്ട് എന്നെ വിളിക്കുന്നു. ഇങ്ങോട്ട് വാ. ഞാനോ? കാര്യം പറയട്ടെ. എന്താ സംഭവം? എന്താ? നമ്മളെ അപ്പൂൻ്റെ വലിയച്ഛന് സുഖമില്ല, സീരിയസ് ആണെന്നാ പറയുന്നത്. അപ്പം നമ്മൾ അവിടം വരെ ഒന്ന് പോവാന്ന്. നിങ്ങൾ എന്താന്ന് ജോണി കുട്ടിയേട്ടാ പറയുന്നത്? അപ്പൂൻ്റെ വല്യച്ഛന് 10, 85, 90 വയസ്സായി. അതൊന്നും ഒരു വലിയ സീരിയസ് ഒന്നുമല്ല. അതിനെക്കാട്ടും വലിയ സീരിയസ് മാറ്റർ ഇവിടെ ഉണ്ട്. എന്താ ഇവിടെ അതിലും വലിയ സീരിയസ്? നിങ്ങളെന്താ പറഞ്ഞത്? ഒരു ഒളിച്ചോട്ടം നടക്കാൻ പോവുക. വലിയൊരു പ്രേമം നടക്കുന്നുണ്ട്, ഗംഭീര പ്രേമം. ഒരു പ്രേമം, ഒരു ആൾ രോഗിയായി കിടക്കുന്നതും അതിലേതാണ് നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത്? ആദ്യം പരിഗണിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇത് നടക്കാൻ പാടില്ല. നമ്മൾ തകർക്കണം. അതാ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇനി അത് തകർത്താടെ ഇരുന്നോ? നിങ്ങൾ അങ്ങോട്ട് പോവുക. പിന്നെ ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ അയാളെ കാണാനല്ലോ പോണ്ടി. നിങ്ങൾക്ക് എവിടെയോ പോകാൻ തിരക്കുണ്ടല്ലോ.
മൂപ്പർക്ക് പറഞ്ഞിട്ട് മനസ്സിലാവില്ല. മൂപ്പര് അപ്പൂൻ്റെ 95 വയസ്സുള്ള മരിക്കാൻ കിടക്കുന്ന അയാൾക്ക് സീരിയസ് ആണ്. ഇനിയിപ്പോൾ അയാളെ കാണാൻ പോയിട്ടാ അയാൾക്ക് കിട്ടിയെന്നെ ഭാഗ്യോ 95 വരെ. എന്തെങ്കിലും കഥേന്റെ ബാക്കി പറ. ബാലകൃഷ്ണേട്ടൻ അങ്ങനത്തെ ചിന്താഗതിയൊക്കെ ഉള്ള ആളാ? അമ്മാതിരി ചിന്താഗതി തന്നെ അയാൾക്കുള്ളൂ. ഇത് പറഞ്ഞിട്ട് അയാൾക്ക് ഒരു കുലുക്കോ ഇല്ല? കുലിക്കല്ല, ഒരു ഉളുപ്പില്ല അയാൾക്ക്. അതാണ് ഉളുപ്പ് എന്ന് പറയുന്ന സാധനമല്ല. അല്ലാണ്ടോ അയ്യോ, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാ കേട്ടോ. ഇപ്പോഴത്തെ അച്ഛനും അമ്മമാരുടെ സ്ഥിരം പരിപാടി എന്താ അറിയോ? ഒരു പുതിയ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇത്ര പോകുന്ന ഒരു ബനിയനും ഒരു ജീൻസും അങ്ങ് ഇട്ട് തന്നാല് എന്റെ മക്കൾക്കും അങ്ങനത്തെ അങ്ങ് വാങ്ങിക്കോളും. ചോദിച്ചാ പറയും പേഷൻ അല്ലേ, ഇതൊക്കെയാ പേഷൻ. അതുപോലെ നൈറ്റ് ഡ്രൈവ് എന്നും പറഞ്ഞിട്ട് ഇവരുണ്ടല്ലോ രാത്രി പോക്ക്. ഞാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോണ്ടല്ലോ തൊട്ടടുത്ത വീട്ടിൽ ദീപേച്ചിന്റെ വീട്ടിൽ പോയി 2 വർത്താനം പറഞ്ഞിട്ട് 6 മണിക്കുള്ളിൽ വീട്ടിലെത്തിയിട്ടില്ലെങ്കിൽ ചൂലും കെട്ട് എടുത്തിട്ട ചെറിയ കാലിന്റെ ചൂലും കെട്ടോ ബാക്കിയുള്ള. ഞാൻ ആൺകുട്ടിയായ ഞാൻ 6 മണി കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മറ്റേ ചെമ്പരത്തിന്റെ വഴി എടുത്ത് ചന്തിക്കടിക്കാനും പൊട്ടുന്നവരെ. അങ്ങനെ വേണോ? ഇപ്പൊ ഏതെങ്കിലും ഒരു ചെക്കന്മാരുടെ കൂടെ ഈ പെമ്പിള്ളാരെ കണ്ടു നോക്കട്ടെ, ചോദിച്ചാ പറയും എന്റെ ഫ്രണ്ട്സാണ്, എന്റെ ബോയ് ഫ്രണ്ടാന്ന് പറയും. ഫ്രണ്ട് അല്ല ഇപ്പൊ ബെസ്റ്റി അങ്ങനെ ഒരു പുതിയ ടൈപ്പ് പേര് ഞാനും കേട്ടിക്ക്. എന്തല്ല അല്ലെ? എന്നിട്ടോ എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോ നിലവിളിച്ചോണ്ട് നമ്മളെടുത്ത് തന്നെ വരും, ഇത് കാണുകയും ചെയ്യും. സംഭവിക്കുക അല്ലാണ്ട് വേറെ എന്താ? അന്നേരം എല്ലാരും വേണ്ടി വരും. അതെ അതെ അതെ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇയാളെ സ്വഭാവം എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. പക്ഷേ ഇവര് കുടുങ്ങാൻ പോകുന്നല്ലോ. കുടുങ്ങല്ലോ ഉറപ്പല്ലേ. ഈ പപ്പു പിള്ള അതിന്റെ പിറകെ തന്നെ ഉണ്ട്. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയുന്നല്ലേ. ഞാനത് പിടിച്ചിരിക്കും. ഞാൻ നിങ്ങളെ കണ്ടാ നന്നായി. നമ്മളെ അപ്പൂന്റെ വലിയച്ഛന് സുഖമില്ല, സീരിയസ് ആണെന്നാ പറഞ്ഞത്. അപ്പോ ഞാനും പപ്പുള്ളതിനോട് ചോദിച്ചപ്പോ ഓൻ ഭയങ്കര ഡിമാൻഡ് ആക്കി. നമുക്ക് എന്തായാലും മൂപ്പരെ പോയി കാണണം. തീരെ സുഖല്ലേ? തീരെ സുഖമില്ല. ഞാൻ 2 തെങ്ങമക്കാരൻ ഉണ്ടായിരുന്നു, ചെറിയൊരു ആവശ്യം. ഇപ്പൊ ഏതായാലും ഇന്ന് മഴന്റെ കാരണമൊക്കെ പറഞ്ഞ ഒഴിവാകും. തൽക്കാലം നിങ്ങൾ ഒരാള് സീരിയസ് ആയിട്ട് എടുക്കുന്നതാണ്. പിന്നെ ഞാൻ നമ്മൾ എല്ലാവരും മുക്കുന്ന ചായപ്പൊടി എന്നെ വിളിച്ചിട്ട് എല്ലാവരും ചായ പിടിച്ച് പോയിക്കൂടെന്ന് ചോദിച്ചാൽ മനുഷ്യൻ എന്ത് തരാറ്? ഒരല്ലത് എന്താ തരാറ്? എന്തോ ഇയാൾക്കൊരു തകരാറില്ലല്ലോ. ഞാൻ എക്സസൈസ് ചെയ്യുന്നു. അല്ല എടാ, ഞാനേ നേരത്തെ ഈ നമ്മളെ സത്യേട്ടനോട് സിറിഞ്ച് വാങ്ങിപ്പോയി ചക്കെ ഓൻ ഇങ്ങോട്ടല്ലേ വരണ്ടേ? ഓന് പറഞ്ഞ പോയി. ഞാൻ ഓനെ നേരത്തെ ഫോളോ ചെയ്യും. ഞാൻ സത്യേട്ടൻ്റെ അടുത്ത് നിന്ന് സിറിഞ്ച് ചെറിയാൻ വാങ്ങി. അപ്പോ അയാളാണ് എന്റെ അടുത്ത് പറഞ്ഞത് ഓന് ഇയാൾക്കല്ലേ കൊണ്ടു കൊടുക്കണ്ട. ഇയാൾക്കൊരു തകരാറില്ലാന്ന് സിറിഞ്ച് കൊണ്ട് അങ്ങോട്ടാ പോയത്. ഞാനോനെ ഫോളോ ചെയ്ത നേരത്താ. ഞാനോനെ ഫോളോ ചെയ്തിക്കടാ. എറണാകുളത്തെ പപ്പുപിള്ള എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ട്. ഒരു വിധത്തിൽ സ്ട്രോങ് ആയി നിന്നിട്ടാണ് ഞാനൊന്ന് മാനേജ് ചെയ്ത്. പക്ഷെ ഇനി ഇങ്ങനെ പോകാൻ പറ്റില്ല. എനിക്ക് മനസ്സിലായി. ഈ പപ്പുള്ളൻ്റെ കാര്യം അത്ര സീരിയസ് ആയി എടുക്കണ്ട. പപ്പുള്ള സ്വഭാവം നമുക്ക് അറിയുന്നല്ലേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നാട്ടുകാരും വീട്ടുകാരും എന്തായാലും നമ്മുടെ കൂടെ ഉണ്ടാവില്ല എന്ന് ഉറപ്പാ. ഞാൻ വിളിച്ചാൽ എൻ്റെ കൂടെ വരുമോ? നന്ദി രാത്രി ഞാൻ എൻ്റെ കൂട്ടാൻ വരും. പക്ഷെ വീട്ടുകാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ? വീട്ടുകാരൊന്നും അറിയാൻ പോകുന്നില്ല. ഞാൻ വണ്ടിയായിട്ട് വരും. നമുക്ക് രാത്രി വിടാം. നമുക്ക് ജീവിക്കണ്ടേ? പിന്നെ വീട്ടിൽ അത്യാവശ്യം സ്വർണവും പൈസയൊക്കെ ഉണ്ടാവുമല്ലോ. എടുത്തോ. എനിക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് തന്നെ ആവശ്യം ഉണ്ടാവും. നമ്മളെങ്ങനെ ഇവിടെ എന്തൊക്കെ ജീവിക്കുക ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ കേട്ടോ. ഞാൻ പറയുന്നത് മനസ്സിലായില്ല നമുക്ക്?
ഓടിക്കോ. ഓ ഒളിച്ചോടിക്കോ. ഞാൻ പിടിച്ചു വെക്കൂല. ഞാൻ പിടിച്ചു വെക്കൂല. എടാ ചേറ്റ എണക്ക അങ്ങനെ തന്നെ കിട്ടണം. ഇവർ ഒളിച്ചോടണം, പിടിച്ചേക്കാൻ പാടില്ല. എന്നിട്ട് നാളെ അവൾ ഒളിച്ചോടി കഴിഞ്ഞിട്ട് എനിക്കൊരു പെർഫോമൻസ് കാഴ്ച വെക്കാണ്ട് ഞാൻ ശരിയാക്കി തരാം കേട്ടോ. കിട്ടണം, എനക്ക് കിട്ടണം. അയ്യോ പറഞ്ഞത് ഉന്യാസം കളിക്കുമ്പോ ആലോചിക്കണോ. എടാ ബാലകൃഷ്ണ പൊറപ്പാ ഇറങ്ങി വാടാ. എന്തേ ഇങ്ങനെ വെറുതെ ഒച്ച ഉണ്ടാക്കി നല്ല സമാധാനമായിട്ട് വിളിക്കും. ഒരു സമാധാനം. ബാലകൃഷ്ണേട്ടാ എന്താ എല്ലാരും കൂടി കൊണ്ട് എന്നോട് ഞാൻ പറഞ്ഞില്ല ഇപ്പൊ അടി ചവിട്ടണത്. നിങ്ങളെ പടീന്റെ 3 അടിപ്പറ ഞാനുള്ളത്, അങ്ങോട്ടും കേറിയില്ല. അത് ശരി. നിങ്ങളെല്ലാം കൂടി കുറ്റിയും പൊറിച്ച് എന്തിനാ അന്നാ അപ്പം ഇങ്ങോട്ട് നിങ്ങളെ മോളെ എടുത്തു വന്നു. സമാധാനിക്ക്. ഞാൻ ചോദിക്കട്ടെ വർഷേട്ടാ, നിങ്ങളെ മോളൊന്ന് വിളിക്കും. ഓളെ ഉറങ്ങാ. ഓള് ഇന്നലെ കമ്പ്യൂട്ടറിൽ നോക്കി കുത്തിട്ട് 10-12 മണിയാക്കി ഉറങ്ങാൻ കിടക്കുമ്പോ നിങ്ങൾക്ക് ഒന്ന് പോയി നോക്കുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓള് 10 മണിയായിട്ട് ഇറങ്ങും. പോയി നോക്ക് കുരിപ്പ ആടെ ഉണ്ടോന്ന്. ഓളോ ഒന്ന് പോയി നോക്കിക്കാണ്. കളിക്കുന്നെല്ലാം കൂടിയോ ഉണ്ടാവൂലെന്ന്. വല്ല ഊട്ടിയിലോ കൊടൈക്കനാലിലോ ടൂർ പോയിണ്ടാവും. ഇതിങ്ങനെ ത്രസിക്കുന്ന ഓല് ഇന്നലെ നീ കണ്ടതെന്ന് പറഞ്ഞാൽ ഓല് ചിലപ്പോ വിശന്നിട്ട് രാത്രി ഇറങ്ങുന്ന കുട്ടികളായി ഇപ്പൊ ന്യൂജൻ പിള്ളേരൊക്കെ രാത്രി വല്ല നൈറ്റ് റൈഡേഴ്സിന്റെ കൂട്ടത്തിൽ അങ്ങനെ പോയിണ്ടാവും. അല്ലല്ല, ഇത് നൈറ്റ് ഡ്രൈവ് അല്ല, ഇത് ഒളിച്ചോടി തന്നെയാന്ന്. എന്തിനായും വേണ്ടാത്തൊക്കെ ആലോചിച്ച് കൂട്ടുന്നത്. ഓളാടെ ഉണ്ടോന്ന് നോക്കാം നമ്മള്. ഉണ്ടാവൂല. അയാൾ അകത്തേക്ക് പോയിട്ട് വരട്ടോ. വരൂല. അത് വരുന്ന എടാ എന്റെ മോളാണ് പോയടോ. എന്റെ മോളിന്റെ ഞാൻ ഇങ്ങോട്ടോ പറഞ്ഞിക്കല്ലേ ഓൾ ഒളിച്ചോടി ഓ കവി കണ്ടെന്നുള്ളത്. ഊട്ടി കൊടൈക്കനാലിൽ ലൈൻ ഡ്രൈവിന് വിശക്കുമ്പം പോയതായിരിക്കുന്നു. എന്റെ മോള് ഉണ്ടാവൂല, ഇവിടെ ഉണ്ടാവൂല. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. പല സ്ഥലത്തും പാലത്തിന്റെ അടിയിലും പല സ്ഥലത്തും ഞാൻ നടന്നു പോകുന്നത്. പോരാത്ത ഇന്നലെ രാത്രി ഇവിടെ നിന്നിട്ടുണ്ടല്ലോ 2 കോഴിക്കോട്ടിന്റെ ഉള്ളിൽ നിന്ന് എല്ലാ സ്ഥലത്തും ഞാൻ ഓളെ കാട്ടിക്കും. എന്റെ മോൾ അങ്ങനത്തെ ഒരു മോളല്ലല്ലോ. അല്ല പപ്പ പിള്ള എന്നാ ഒരു വാക്കണക്കിനോട് പറഞ്ഞൂടാ. ഒരു വാക്കും പറയൂല ഞാൻ. എങ്ങനെയാ പറയാ? എടാ ചങ്ങായി എന്റെ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ എന്നോട് നല്ല പറഞ്ഞത് ഇനി എന്താ കുരിപ്പ എന്നോട് പറഞ്ഞ് വയസ്സിന് മൂത്ത എന്നാ ഞാൻ അങ്ങനെ തന്നെ പറയൂ. എന്താ പറഞ്ഞേ? അവർ പഠിക്കാൻ പോകുന്ന ആൾക്കാരാണ്. ഞങ്ങളൊക്കെ മറ്റേ കോളേജ് പഠിക്കുന്ന കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയില്ലേ? ഇപ്പൊ പോയില്ലേ? എന്താ ഒന്നും മിണ്ടാറ്റത്? കരിയാത്ത ഞാൻ ആരാടാ ഇത് പറയാ? കരിയാത്തനല്ലടാ, അത് പപ്പുള്ളയാ. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇതുപോലെ തന്നെ എല്ലാ രക്ഷിതാക്കളോട് ഇങ്ങനത്തെ കാര്യം വന്ന് പറഞ്ഞാൽ ആ രക്ഷിതാക്കൾക്ക് പറയുന്നവരോട് ഭയങ്കര ദേഷ്യമായിരിക്കും. ആ ദേഷ്യങ്ങൾക്ക് ഇന്നോട് ഉണ്ടാവും അല്ലേ? അല്ലേ രമ്യ? ഉണ്ടാവും. ഇത് ഓളെപ്പോലത്തെ വ്യക്തിയാ നല്ലത്. ഞാൻ പോയി ഇതുവരെ എവിടെയായിരുന്നടി നീ ഇത്ര നേരവും? ഞാൻ ഒളിച്ചോടിയതാ. എന്തായി ഒളിച്ചോടിപ്പോയത്? എന്തായി? ഹലോ ഹലോ, എന്താ പ്രശ്നം? ഞാൻ ഒളിച്ചോടി. എനിക്കൊരാൾ ഇഷ്ടമായിരുന്നു, ഞാൻ ആളുടെ കൂടെ ഒളിച്ചോടി. ഹലോ, പക്ഷെ ഇവിടുന്ന് പോയി പകുതി ആയപ്പോ തന്നെ എനിക്ക് മനസ്സിലായ അയാളുടെ സ്വഭാവം ശരിയല്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോന്നു. ഒരു കാര്യമുണ്ട്, ഇനി എന്റെ കാര്യത്തിൽ ഒരാളും വേണ്ടാതെ ഇടപെടണ്ട. കിട്ടിയില്ലേ? പള്ളർത്ത് കിട്ടിയില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പത്തെ കുട്ടികൾക്ക് പ്രേമിക്കാനും അറിയാ, നല്ല നിൽക്കാനും അറിയാ, കുട്ടി തിരിച്ചു വരികയും ചെയ്തു. നീലും വലിയ കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. അല്ല, ഇതിപ്പോ പ്രേമകഥേന്റെ ക്ലൈമാക്സ് അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ മറ്റേന്റെ ക്ലൈമാക്സ് ആയില്ലല്ലോ. മറ്റേത് സിറിഞ്ച് കൊടുത്തതിന്റെ ക്ലൈമാക്സ് ഇല്ലേ ബാലൻസ് കിടക്കുന്നത്. മോനെ ഇങ്ങോട്ട് എന്നെ തന്നെ കാണ്ടി. മോനാർക്കാ ഇവിടെ സിറിഞ്ച് കൊണ്ട് കൊടുക്കല്? ഇവിടെ ഒരു ഏച്ചിനെ കാണാൻ വരുന്ന ഒരു ഏട്ടനാ അവിടുത്തെ.
എന്നാ മുമ്പിക്കോ. എന്തൊരു സത്യസന്ധനായ മോനല്ലേ. അപ്പം അങ്ങനാണ് കാര്യങ്ങളുടെ കിടപ്പ് വശം. ഇത് കുട്ടികളെ കരിയറായിട്ടുള്ള പരിപാടിയാ. ഓല ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ ആരും സംശയിക്കില്ലല്ലോ ഇതിന്. ഈ പരിപാടിക്ക് എന്താ ചെയ്യണ്ടേ? ഞാൻ പറയുന്നത് എന്താ പറയാ ജോണിക്കുട്ടി, നമുക്ക് പോലീസ് കംപ്ലൈന്റ് ചെയ്യാം. പോലീസിലൊന്നും അറിയിച്ചല്ല വേണ്ടി. ഈ ചെറ്റന്റെ ഒക്കെ ഫോട്ടോ വലിയൊരു ഫ്ലെക്സിൽ അടിച്ചിട്ട് നാടിൽ മുഴുവൻ ആടെ ഇവിടെ കൊണിച്ച് കെട്ടിയിട്ട് നശിപ്പിച്ച് നാറാകാലെടുത്താണ് ഇവനൊക്കെ. വെറുതെ ആ ഫ്ലെക്സ് നനഞ്ഞ് പൂത്ത് പോകുന്നല്ലാണ്ട് വേറൊരു പരിഹാര മാർഗം ഇതിനുണ്ടാവില്ല. ഇതിനതൊന്നല്ല വേണ്ടി. പിന്നെ എന്താ ചെയ്യാ? ഇതിന് നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കാൻ വേണ്ടി. എങ്ങനെ? കോഴിക്കോട്ടങ്ങാടിയിലെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾക്കൊരു അറിയിപ്പുണ്ട്. അറിയിപ്പ് പറഞ്ഞോടെ. വേറൊന്നല്ല, ഇനി ഏതെങ്കിലും ഒരാള് മയക്കുമരുന്ന് ഉപയോഗിച്ച് ഇവിടെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഇവനെ എങ്ങനെ പിടിക്കാൻ ഇങ്ങനെ ചുമരോട് കുട്ടിങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ മുട്ടുകാരി കയറ്റിയിട്ട് കാലിന്റെ കേരളത്തിലെല്ലാം കൂടി പൊടിച്ചിട്ട് പല നിലത്ത് ചാലിയിലൊക്കെ തുരുട്ടി ഓനെയോ ലഹരി ഉപയോഗിക്കാൻ ഒരല്ലോടും പറഞ്ഞുതരാം. നാട്ടിലെ അടിച്ചാണ് മുറിച്ചാള്. എന്താണ് മനസ്സിലാക്കി? വിട്ടു കൊടുക്കൂല, എനിക്ക് കൊടുക്കുന്നില്ല. ഇവിടെ തന്നെ കെട്ടിട്ടടിക്കും. എന്താ മനസ്സിലാക്കിയത്?